ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആക്സിയോസ് ലൈബ്രറി വെച്ചിട്ട് എങ്ങനെയാണ് APIനെ കോൾ ചെയ്യാമെന്ന് മനസ്സിലാക്കി. അതിൻ്റെ ഡാറ്റ നമ്മൾ ഫെച്ച് ചെയ്ത് യൂസ് ചെയ്യാനും മനസ്സിലാക്കി അല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ ഫെച്ച് API വെച്ചിട്ട് എങ്ങനെ API കോൾ നടത്താമെന്ന് നോക്കാം. ഫസ്റ്റ് അതിനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഓൺ ക്ലിക്ക് ഇവൻറ്റ് സെറ്റ് ചെയ്യുക നമ്മുടെ രണ്ടാമത്തെ ബട്ടണിനകത്ത്. എന്നിട്ടൊരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, കോൺസ്റ്റ് ഹാൻഡിൽ വിത്ത് ഫെച്ച്. നമുക്ക് ഫെച്ച് വെച്ചിട്ട് എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ നോക്കാം. ഒരു ആരോ ഫംഗ്ഷൻ, അതിനകത്തായിട്ട് നമ്മൾ ഫെച്ചിനെ കോൾ ചെയ്യാം. എന്നിട്ട് സ്ട്രിങ്ങിനകത്ത് നമ്മുടെ ആ ലിങ്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഡോട്ട് ദെൻ എന്ന് കൊടുത്തിട്ട് സെയിം നേരത്തെ മേലെ യൂസ് ചെയ്ത പോലെ തന്നെ റെസ്പോൺസ് ഗോസ് ടു റെസ്പോൺസ് ഡോട്ട് ജെയ്സൺ. ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്നത് നമ്മുടെ റെസ്പോൺസിനെ നമ്മളൊരു ജെയ്സൺ ഫോർമാറ്റിക്ക് കൺവേർട്ട് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് വേണം നമ്മുടെ ഡാറ്റ അതിൽ നിന്ന് എടുക്കാൻ. അതിനായിട്ട് നെക്സ്റ്റ് ഡോട്ട് ദെൻ എന്ന് കൊടുത്തിട്ട് ഡാറ്റ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഗോസ് ടു കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റ. ഇവിടെ ഡാറ്റ എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. എപ്പോഴും മീനിങ് ആയിട്ടുള്ള വേർഡ്സ് ഇങ്ങനെ പാസ് ചെയ്യുക. ഡാറ്റ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ക്ലീൻ ആയിട്ട് മനസ്സിലാവുന്ന ആ ഒരു വാക്ക് അവിടെ കൊടുക്കുക. എന്നിട്ട് ഈ ഓൺ ക്ലിക്കിനകത്ത് ഈ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫെച്ച് വർക്കാവണം. ക്ലിക്ക് ചെയ്ത് നോക്കാം, വർക്കാവുന്നുണ്ട്. പ്രോപ്പറായിട്ട് ആ ഡാറ്റ ഫെച്ച് ആവുന്നുണ്ട്. നമുക്കിതിനൊന്ന് കൺസോൾ ഡോട്ട് ലോഗ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഫെച്ച് എന്ന് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആക്സിയോസും മേലെ ആക്സിയോസിനെ സെപ്പറേറ്റ് ചെയ്യാം. ആക്സിയോസ് ഒന്ന് ആഡ് ചെയ്യാം. കൺസോൾ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ട്രിങ് പാസ് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള ഫംഗ്ഷൻ ആണോ റണ്ണായെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ആക്സിയോസും ഫെച്ചും സെപ്പറേറ്റ് ആയിട്ട് കറക്റ്റ് വർക്കാവുന്നുണ്ട്. നമ്മൾക്കിനി എസിങ് അവൈറ്റ് നോക്കാം. അതായത് ആക്സിയോസിൻ്റെ ഈ ഫംഗ്ഷനെ നമുക്ക് എസിങ് ഫംഗ്ഷനാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ആ ഫംഗ്ഷനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. ഹാൻഡിൽ ആക്സിയോസ് എന്ന് മാത്രം കൊടുക്കാം. എന്നിട്ട് ഈ ഡോട്ട് തന്നെ എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണ്ട. നമ്മളിതിനെ അസിങ് ഫംഗ്ഷൻ ആക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ അസിങ് എന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ലൈനിന് നമുക്ക് റെസ്പോൺസ് എന്ന് പേര് കൊടുക്കാം. കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു അവൈറ്റ് ഈ ലൈൻ. ഇത് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുള്ളൊരു കോഡാണ്. നമുക്കിത് കൺസോൾ ചെയ്യാം. ഫസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് റെസ്പോൺസ്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ ഒരു നീറ്റ് കോഡിംഗ് ആണല്ലേ. നമ്മൾ ഡോട്ട് ദെൻ എന്ന് പറഞ്ഞ റെസ്പോൺസ് അങ്ങനെയൊന്നും പാസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് പുതിയതായിട്ടൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ ഇതിനായിട്ട് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആക്സിയോസിൻ്റെ ബട്ടൺ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓൺ ക്ലിക്ക് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മൾക്കിത് ഇനി എങ്ങനെ റണ്ണാവുന്നതെന്ന് നോക്കാം. നമ്മുടെ അസിങ്ക് പ്രോപ്പറായിട്ട് റണ്ണാവുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ട് തന്നെ വെച്ചാവുന്നുണ്ട്. ആക്സിയോസിനുള്ളത് വരുന്നുണ്ട്. അസിങ്ക് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യണത് ഈ അസിങ്ക് മെത്തേഡ് തന്നെയാണ്. ബിക്കോസ് ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ക്ലീൻ വേ ഓഫ് കോഡിംഗ് ആണല്ലേ. നിങ്ങൾക്ക് ഇതിലേതാണ് മെത്തേഡ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് ഫോളോ ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ എറർ ഹാൻഡ്ലിങ് നോക്കാം. അതിനായിട്ട് ഞാൻ ട്രൈ ബ്ലോക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് കേളി ബ്രേസസിനകത്തായിട്ട് നമ്മുടെ ആ ഫംഗ്ഷൻ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ട്രൈ വരുമ്പോൾ ക്യാച്ചും വരും അല്ലേ. ക്യാച്ച് എറർ, എന്നിട്ട് ഒരു കൺസോൾ ഡോട്ട് ലോഗ് എറർ ഫെച്ചിങ് റെസ്പോൺസ് എന്ന് നമുക്ക് സ്ട്രിങ് കൊടുക്കാം. എന്നിട്ട് ആ മേലത്തെ നമ്മളുടെ എററിനെ പാസ് ചെയ്ത് കൊടുക്കാം. എറർ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ റെസ്പോൺസ് വരണം, എററിൻ്റെ റെസ്പോൺസ് വരണം. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ്. ക്ലിക്ക് ചെയ്ത് നോക്കാം, പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. നമുക്ക് എറർ വരുത്താനായിട്ട് ഞാൻ ഇവിടെ ലിങ്കിലൊരു ചേഞ്ച് വരുത്തുകയാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ എറർ ഫെച്ചിങ് റെസ്പോൺസ് പ്രോപ്പറായിട്ട് വന്നല്ലേ. എറർ ഹാൻഡ്ലിങ് പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമുക്കത് ചേഞ്ച് ചെയ്തൊന്നുകൂടെ നോക്കാം. പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ട്. ഇങ്ങനെയാണ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ എററിനെ ഹാൻഡിൽ ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് നമ്മളുടെ എറർ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് ഞാൻ സ്വീറ്റ് അലേർട്ടിന് ഞാൻ കോൾ ചെയ്യാണ്. സ്വാൾ ഫ്രം സ്വീറ്റ് അലേർട്ട് ടു. ഓക്കെ, ഇനി നമ്മൾ റെസ്പോൺസ് പാസ് ചെയ്യാണ്. സ്വാൾ ഡോട്ട് ഫയർ, എന്നിട്ട് കേളി ബ്രേസസിനകത്തായിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. ടൈറ്റിൽ
ടൈറ്റിൽ ഡാറ്റ ഫെച്ച്ഡ്. ഓക്കെ, ഇനി HTML അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം. നമ്മൾ റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോട്ട് ടൈറ്റിൽ, കാരണം റെസ്പോൺസ് ഡാറ്റ എന്ന് പറഞ്ഞത് ഒരു ഒബ്ജക്റ്റാണ്. ഞാൻ കാണിച്ചു തരാം ആ ഒബ്ജക്റ്റ് പാസ് ചെയ്ത് എന്താ വരിക എന്നുള്ളത്. എന്നിട്ട് ഒരു ഐക്കൺ കൂടെ കൊടുക്കുക ലാസ്റ്റ്. ഐക്കൺ ഇത് നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാനിവിടെ സക്സസ് ഐക്കണാണ് കൊടുക്കുന്നത്. സേവ് ചെയ്തു, ക്ലിക്ക് ചെയ്തു, ഡാറ്റ ഫെച്ച്. ഓക്കെ, നമ്മുടെ ആ കറക്റ്റായിട്ടുള്ള ടൈറ്റിൽ ഇവിടെ പാസ്സായിട്ടുണ്ട്. ഇനി ഞാൻ ടൈറ്റിൽ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കാണുകയെന്ന് നോക്കാം. ടൈറ്റിൽ മാറ്റി സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഒബ്ജക്റ്റ്. സോ ഒരിക്കലും ഒബ്ജക്റ്റ് അവിടെ ഡിസ്പ്ലേ ആവില്ല. സോ ടൈറ്റിൽ പാസ് ചെയ്ത് കൊടുത്തേ പറ്റൂ. ഒരു സ്ട്രിങ് ആയിരിക്കണം നമുക്ക് അവിടെ കാണാൻ പറ്റേണ്ടത്. ഓക്കെ, ഗ്രേറ്റ്. ഇനി നമ്മൾക്ക് ഈ സ്വാൾഫയർ റെസ്പോൺസ് കോപ്പി ചെയ്തിട്ട് നമ്മളുടെ എററിനും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാണ്. എറർ ഫെച്ചിങ് ഡാറ്റ, എറർ ഫെച്ചിങ് ഇത് ചേഞ്ച് ചെയ്യാം. ഫെച്ചിങ് ഡാറ്റാസ് എന്ന് കൊടുക്കാം. ടൈറ്റിൽ ടെക്സ്റ്റിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല അല്ലേ, ടെക്സ്റ്റ് കളയാം. ഇനി ബാക്ക് എൻഡിൽ നിന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ വരുവാണെങ്കിൽ, റെസ്പോൺസ് ടെക്സ്റ്റ്, എറർ ടെക്സ്റ്റുകൾ വരുവാണെങ്കിൽ അതിവിടെ പാസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഐക്കൺ എറർ എന്ന് ചേഞ്ച് ചെയ്തിട്ട് സേവ് ചെയ്തു. നമുക്കിനി എറർ എങ്ങനെ റൺ ആവുമെന്ന് നോക്കാം. ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ എറർ വരുത്തണം. അതിനായിട്ട് ആ ലിങ്ക് ഒന്ന് തെറ്റിച്ച് കൊടുക്കാം. സേവ് ചെയ്ത് നോക്കാം. ഇനി നോക്കിക്കഴിഞ്ഞാൽ എറർ ഫെച്ചിങ് ഡാറ്റാസ്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്വാൾഫയർ വെച്ചിട്ട് നമ്മൾ റെസ്പോൺസസിനെല്ലാം കുറച്ച് കളർഫുള്ളും സ്റ്റൈലിങ്ങും ആക്കി മാറ്റുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.